അതിൽ അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ, അതും സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് മന്ത്രിയായി. അങ്ങനെ ഈ സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇതര മതസ്ഥർക്ക് ഒരു പ്രയാസവും ഉണ്ടാക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ താല്പര്യമുള്ളവരാണ്, അങ്ങനെയാണ് ഞങ്ങളുടെ സ്വഭാവമെന്ന് മനോഹരമായി പലയിടങ്ങളിൽ പ്രസംഗിച്ച ആളുകളാണ് കെ എം ഷാജി സാഹിബ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ സെഷനിലൂടെ ഒന്ന് കണ്ടു. എന്നെ അത് വല്ലാതെ പ്രയാസപ്പെടുത്തി. ഇസ്ലാമിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന രാജ്യദ്രോഹികളായ കുറേ മനുഷ്യർ, ഇവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെ നട്ടെല്ല് നിവർത്തി നിന്ന് ഞങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിൽ വന്നിട്ട് ആ റബ്ബ് പഠിപ്പിച്ചതുപോലെ എല്ലാ ജനങ്ങളോടും വർഗീയതയില്ലാതെ വേർതിരിവില്ലാതെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ റബ്ബിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഞങ്ങൾ തന്നെ പ്രവർത്തിക്കുമെന്ന് കാണിച്ചു കൊടുക്കേണ്ടതല്ലായിരുന്നു? അങ്ങനെ ആയിരുന്നില്ലേ ചെയ്യേണ്ടത്? എന്തെങ്കിലും പേടിയാണോ? വെള്ളാപ്പള്ളിയെയോ അല്ലെങ്കിൽ മറ്റു വല്ല പേടിയുമാണോ? മന്ത്രിസഭ ഉണ്ടാക്കാൻ തന്നെ കോൺഗ്രസ് പെടാപ്പാട് പെട്ടില്ല. അത് ഉണ്ടാക്കിയ ഒക്കെ ഒന്ന് ലെവലായി വന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ അതിലും പ്രശ്നങ്ങൾ. ലീഗ് 2011 സത്യപ്രതിജ്ഞയിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് ഉദ്ധരിച്ചു. പക്ഷെ 2026 സത്യപ്രതിജ്ഞയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ പ്രശ്നങ്ങൾ തേടിപ്പിടിച്ച് ഉണ്ടാക്കിയിട്ട് വിമർശിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ ഉസ്താദുമാരൊന്നും ഇങ്ങനെ എന്ത് ചെയ്യരുത്, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരരുത്. UDF എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. ഒരു 5 കൊല്ലം ഭരിക്കും. ഇനി അതിൽ ഇനിയിപ്പോൾ എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും ഇനിയിപ്പോൾ എന്തൊക്കെ വിമർശിച്ചിട്ടും ആ ഭരണത്തിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓരോ എതിർത്തിട്ടോ അല്ലെങ്കിൽ ഓരോട് ദേഷ്യം തോന്നിയിട്ടോ വെറുപ്പ് തോന്നിയിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് ലീഗിനോട് വ്യക്തിപരമായിട്ട് എതിർപ്പുള്ള ആളുകൾ ലീഗിൻ്റെ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ലീഗ് കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? കെ എം ഷാജി എന്താ പറയുന്നത്? ആ പറയുന്നതിൽ അത് പരിശോധിച്ച് അതിൻ്റെ അകത്ത് ഇങ്ങനെ കടന്നു ചെയ്യപ്പെട്ട കുത്തിത്തീർപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ശൈലി പോലെയാണ് ഇപ്പോൾ അത്. 2011 കുഞ്ഞാലിക്കുട്ടി അറബിയിൽ സംസാരിച്ചു, ഇന്നിപ്പോൾ ഒരു മലയാളത്തിൽ സംസാരിച്ചു, അത്രേ ഉള്ളൂ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ ഇത് ഗവർണറുടെ ഒരു പ്രഖ്യാപന പ്രകാരം അവിടെ ചോദ്യം ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഏത് രീതിയിലാണ്. അപ്പോൾ വിശ്വാസികൾക്ക് എന്ന് പറയപ്പെടുമ്പോൾ അതിലെന്താവും? ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് എഴുതി കൊടുക്കും. ആ എഴുതി കൊടുക്കുന്ന ആ പേപ്പർ ഒരു വായിക്കാനല്ലോ. അപ്പോൾ അതിൽ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അതേപോലെ വായിച്ചു. അപ്പോൾ 2011 അള്ളാഹുവും തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. 26 ആയപ്പോൾ അള്ളാഹും തൊപ്പിയൊക്കെ പോയി എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ ആരിനൊക്കെ പേടിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആർക്കാ പേടി? കെ എം ഷാജിക്കോ? വെറുതെ അതിലിങ്ങനെ ആലോചിച്ചിട്ട് ഓരോരോ വിഷയങ്ങൾ കുത്തിപ്പൊക്കിയിട്ട് വിമർശിക്കുക എന്നുള്ളത് ശരിയായൊരു സ്രോതസ്സൊന്നുമല്ല. വിശ്വാസം എന്നുള്ളത് അവരവരുടെ മനസ്സിലാണ്. അപ്പോൾ വിശ്വാസികൾ ഇതുപോലെയുള്ള ഒരു ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്താവും? ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ഉദ്ധരിക്കും. വിശ്വാസികളല്ലെങ്കിൽ പിന്നെ അതിന് വേറെ എന്തോ ഒരു പ്രഖ്യാപനം ഉണ്ടെന്നാണ് എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും പോട്ടെ. ഏതായാലും എൻ്റെ ഒരു നിലപാട് പറയാം. എനിക്കിത് കേട്ടിട്ട് ഒരു സങ്കടവും തോന്നിയില്ല, ഒരു വിഷമവും തോന്നിയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് 2011 അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അതിലുണ്ടായ ഒരു സന്തോഷമോ 2026 ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷം പോവുകയോ സങ്കട വിഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹത്തെ ഉദ്ധരിച്ചത് അള്ളാഹു എന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കാഴ്ചപ്പാട് വരിക. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 2011 അള്ളാഹു എന്ന് പറഞ്ഞത് അള്ളാഹുവും 2026 ദൈവം എന്ന് പറഞ്ഞ അള്ളാഹു അല്ലാതെ വേറൊരു സൃഷ്ടി എന്ന് അതിനർത്ഥമില്ല. അത് വെറുതെ ആളുകൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ.